ആൻഡ് ഇവിടെ വയനാടിന്റെ ടച്ചോടുകൂടി മത്സരത്തിന് തുടക്കമാകുന്നു. ആണെങ്കിലും സമ്മർദ്ദത്തിലാണെങ്കിലും അവർക്ക് കൈമോശം വരുന്നില്ല. ഒരു മത്സരമോ ഒന്നാം തരം ഒരു ഷോട്ട് എടുക്കാനുള്ള ശ്രമം അത് തിരികെ വിൻ ചെയ്യുന്നു. ജസ് പ്രവീൺ ഒന്നാം തരമായി മനോഹരമായ ഒരു പന്ത് മുന്നിലേക്ക്. ഇന്റർ കേരള ഒരു ഷോട്ട് ഫ്രീ കിക്കായി വളരെ മനോഹരമായ രീതിയിലാണ് അത് എടുക്കുന്നത്. എക്സലന്റ് അറ്റംപ്റ്റ് ആൻഡ് എക്സലന്റ് ഗോൾ. പക്ഷേ അത് ഡിസലോ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മനോഹരമായാണ് ഫ്രീ കിക്ക് തൊടുത്തു വിടുന്നത്. ലുക്ക് അറ്റ് ദാറ്റ്, എത്ര മനോഹരമായാണ് ആ ഫ്രീ കിക്ക് എടുക്കുന്നത് എന്ന്. ആദ്യം ആ പന്തിന് മുകളിലൂടെ ഒന്ന് സ്റ്റെപ്പ് ഓവർ ചെയ്ത് മനോഹരമായി ഓടിക്കയറുന്നു. അതിനുശേഷം സൽമാനാണ് ആ പന്ത് വലയ്ക്കകത്തേക്ക് കീപ്പ് ചെയ്യാനും. എന്തായാലും മറ്റൊരു ഇന്റർസെപ്ഷൻ വരുന്നു ഇന്റർ കേരള അവരുടെ ഭാഗത്തു നിന്നും. മറുപുറത്ത് എന്താണോ സംഭവിച്ചത് അതിപ്പുറത്തെ ഭാഗത്തും അതേപോലെ തന്നെ ഒരു തനിയാവർത്തനം എന്ന പോലെ മറ്റൊരു ഫ്രീ കിക്ക്, ഒരു യെല്ലോ കാർഡ് വീണ്ടും കൺസീഡ് ചെയ്യപ്പെടുന്നു. ഷമ്മ ടോൺ അദ്ദേഹത്തിന്റെ ഫ്രീ കിക്ക് വരുന്നു. എക്സലന്റ് കിക്ക്. സൽമാൻ ഹെഡർ കംസ് ഇൻ ആൻഡ് മനോഹരമായ രീതിയിൽ അതിനെ ഒരു ഗോൾ ലൈൻ സേവിലൂടെ രക്ഷപ്പെടുത്തുകയാണ് എന്തായാലും കേരള. വയനാട് യുണൈറ്റഡ് അവിടെ ഇന്റർ കേരളക്കെതിരെ ഇപ്പോൾ കറന്റ്ലി ഹാഫ് ടൈം സ്കോർ വയനാട് യുണൈറ്റഡ് എഫ് സി നിൽ ആൻഡ് ഇന്റർ കേരള ഫുട്ബോൾ ക്ലബ് നിൽ. ഇന്റർ കേരളയുടെ ജേഴ്സി നമ്പർ 5 അലി സഫാൻ അദ്ദേഹത്തിന്റെ ഒരു കോർണറിന് സമാനമായ ഒരു ത്രോയിൻ ആണ് പെനാൽറ്റി ഏരിയയിലേക്ക്. മനോഹരമായ ഒരു ഷോട്ട് സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. നല്ലൊരു ഡെലിവറി അവിടെ സൽമാന്റെ കാലുകളിലാണ്. സൽമാൻ നല്ലൊരവസരം പെനാൽറ്റി ഏരിയയിൽ വെട്ടി വീഴ്ത്തി എന്നുള്ളതിന് കൃത്യമായി അവിടെ റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടുന്നു. സൽമാൻ ആദ്യ ഗോൾ കണ്ടെത്താനുള്ള അവസരത്തിലേക്ക് എത്തുന്നത് സാവിയോ. ആൻഡ് സാവിയോ സ്കോർസ് അഗൈൻ. മനോഹരമായി കേരള പ്രീമിയർ ലീഗിന്റെ എലൈറ്റ് കേരള പ്രീമിയർ ലീഗിന്റെ വേദിയിലേക്ക് പെനാൽറ്റി ഏരിയക്കകത്ത് നിന്ന് കിട്ടിയ നല്ലൊരു അവസരം കൃത്യമായി പെനാൽറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അതിനുശേഷം സാവിയോയുടെ ഗോൾ കീപ്പറെ മറുഭാഗത്തേക്ക് പറഞ്ഞയച്ചുള്ള വെരി ബ്രില്യൻ കിക്ക്. നല്ല പാസ്. അവിടെ പാസിംഗ് ഓപ്ഷൻസ് ഒരു 3 പേരുണ്ട് അവിടെ. ഒന്നാം തരമായ ഒരു അവസരം ആൻഡ് ഒന്നാം തരമായ ഒരു ഗോൾ. മനോഹരമായി വീണ്ടും ഇന്റർ കേരള ഫുട്ബോൾ ക്ലബ്ബ് കളിക്കളത്തിലേക്ക് മടങ്ങി വരുന്നു. ആ ആദ്യ ഗോൾ വഴങ്ങിയതിനു ശേഷം അവർക്കൊരു സമനില ഗോൾ കണ്ടെത്താൻ സാധിച്ചത്. ഇതായിരുന്നു ബിഷ്ണോയുടെ ആ ഒരു ഷോട്ട്. സന്തോഷ് ബിഷ്ണോയി കൃത്യമായി ഗോൾ കീപ്പറേയും അതുപോലെ തന്നെ ഡിഫൻസിനെയും സ്പ്ലിറ്റ് ചെയ്ത് അവരെ കബളിപ്പിച്ചുകൊണ്ട് സ്പെഷ്യൽ ഡേ ആണ്. ആൻഡ് മത്സരം അവസാനിക്കുന്നു. ഫൈനൽ വിസിൽ ഹിയർ അറ്റ് പയ്യനാട് സ്റ്റേഡിയം. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആൻഡ് ഫുൾ ടൈം സ്കോർ ഹിയർ അറ്റ് പയ്യനാട് സ്റ്റേഡിയം. ഇറ്റ്സ് ഇന്റർ കേരള ഫുട്ബോൾ ക്ലബ്ബ് 2 വയനാട് യുണൈറ്റഡ് FC 0.